ഇപ്പോൾ ഒരു പാർട്ട്ണർ നമ്മുടെ ലൈഫിൽ ഇല്ലാണ്ടായി, ഇപ്പൊ ഒരു പുതിയ പാർട്ട്ണർ ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ ഈ കുടുംബത്തിനെ നോക്കണം, സൊസൈറ്റീനെ നോക്കണം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെയോ ഈ സൊസൈറ്റി എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഹാപ്പി ആണെങ്കിൽ പോലും ആ ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റൂല. അപ്പൊ ഇതുപോലെ വീണ്ടും കല്യാണം കഴിക്കണം എന്നോ വീണ്ടും ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മിഡിൽ ഏജ് ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും. ചേച്ചി ധൈര്യപൂർവ്വം ആ ഒരു ഡിസിഷൻ എടുത്തു. ഇതുപോലെ അതിന് പറ്റാണ്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഞാനെടുത്ത പോലെ തീരുമാനം നല്ല ആൾക്കാർ വന്നാൽ അതെ, എന്താ തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്, എവിടുന്നും ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഞാൻ അനുഭവിച്ചതിനെക്കാട്ടും ആയിരിക്കും അവരെ വേദന അറിയുമ്പോൾ അത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷെ ആരും തുറന്ന് പറയുന്നില്ല, പറയാൻ മടിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്കും കല്യാണം കഴിക്കാൻ. പക്ഷെ അവരിതുപോലെ തന്നെ മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുന്നവരാ. ഞാൻ ചോദിക്കുന്നത്, ഈ നോക്കാൻ പറ്റില്ല പിന്നെ എന്തിനാ കെട്ടുന്നത്? ഈ 2-3 മക്കളെ ഉണ്ടാക്കിയിട്ടും പിന്നെ എന്തിനാണ്? പറ്റുന്നില്ലേ കെട്ടണ്ട, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ അതിന് മുന്നേ ഒഴിവാവുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ, ഇത് നമ്മൾ സംഭവം കല്യാണം കഴിച്ചാൽ എന്താ വിചാരിക്കുക, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, ഇന്ന് ശരിയാവും, കുഴപ്പമില്ല. ഇപ്പൊ 2 ദിവസം, ഇപ്പൊ ആഴ്ചയിൽ 3 ദിവസം പ്രശ്നമാണെങ്കിൽ ബാക്കി ദിവസം ഓക്കെ ആയിരിക്കും. ഇനി ഉണ്ടാവൂല, പിന്നെയും തുടങ്ങും. എന്നാൽ കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ് മിണ്ടുമല്ലോ. ഈ ഒരു ഇതിലാണ് നമ്മള് വർഷങ്ങൾ ഇങ്ങനെ ലാസ്റ്റ് അങ്ങ് എത്തി ഒട്ടും പറ്റാതിരിക്കുമ്പോഴാണ് നമ്മള് ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു 1 പറയും, 2ാമത്തേന് ഡിവോഴ്സാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യമാണ്. അങ്ങനെയാണ്. ഇപ്പം ഞാൻ അനുഭവിച്ച പോലെ, അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതൽ അനുഭവിച്ചവർ ഇപ്പോഴും അടിമനെ പോലെ അവരെ അടിയും കുത്തും ഒക്കെ കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. വേണ്ടേ വിട്ടെറിയുക, അത്രേ ഉള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുക. എന്നിട്ടും പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക. അതിനിപ്പോൾ വലിയ തെറ്റൊന്നല്ല അത്. ഇപ്പം മക്കളുണ്ട്, മക്കൾ കല്യാണം കഴിക്കാനായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു പ്രായം കഴിയുമ്പോൾ അവർക്കൊരു ജോലി കാര്യങ്ങൾ കല്യാണം സെറ്റപ്പ് നോക്കുമ്പോൾ അവർ പോവും. നമ്മൾ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുതെന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് നമ്മളെ ലൈഫ് അത്രേ ഉള്ളൂ. ഇതിൽ നടന്ന് തെന്നി വീണ തീരാൻ പറ്റുന്ന ഒരു ജീവിതം നമുക്കൊക്കെ ഉള്ളൂ. ഇരുന്നിരിപ്പിൽ തന്നെ ആർക്കും പാലില്ല കാലം നമുക്ക് എന്താണ് സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്കൊരാളെ ഉണ്ടാവും. ധൈര്യമായിട്ട് പോവുക. മക്കൾ നോക്കിക്കൊണ്ടുവന്നായിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മോൾ ഓക്കെ ആയിരുന്നു, മോൻ ഓക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പം എല്ലാവരും ഓക്കെ ആണ് അല്ലേ. ഇപ്പം എത്രയോ കല്യാണം, നമ്മളെ കല്യാണം കഴിഞ്ഞ ശേഷം ഇപ്പോൾ എത്രയോ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. മക്കൾ തന്നെ നേരിട്ട് കല്യാണം കഴിച്ചിട്ട് ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ അവര് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ആ മക്കൾക്ക് അച്ഛനും അമ്മ അല്ല, ഈ അമ്മയെ നോക്കാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ അച്ഛനെ നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവർക്ക് അവരെ ലൈഫായി പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു പാർട്ട്ണറെ ഏൽപ്പിക്കുന്നത് അല്ലേ. അതിലിപ്പോ എന്താ ഇപ്പൊ തെറ്റില്ല? ഇപ്പൊ എനിക്ക് വന്ന കമന്റ്സ് അങ്ങനെ തന്നെയാണ്. കെട്ടിക്കാൻ പ്രായമായ മോളില്ലേ, എന്നിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. അതിനിപ്പോ എന്താ? കെട്ടിക്കാൻ പ്രായമുള്ള മക്കളുടെ അമ്മമാർക്ക് എന്തേ കല്യാണം ഇങ്ങനെ ഒഴിവായ ആൾക്കാർക്ക് കല്യാണം കഴിച്ചൂടെ? സ്നേഹിച്ചൂടെ? നല്ലൊരു ലൈഫ് ആഗ്രഹിച്ചൂടെ? അതിലിപ്പോ എന്താ? നല്ല വസ്ത്രം ഇട്ടൂടെ? അതിലിപ്പോ എന്താ തെറ്റ്? നിങ്ങൾ ഇങ്ങനെ ലൈഫ് ഇങ്ങനെ അവർക്ക് ഇപ്പം ഞാൻ അനുഭവിച്ചല്ലോ, എന്നെ പോലെ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈഫ് കണ്ടുപിടിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഒറ്റയ്ക്ക് ഒരു പെണ്ണിന് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. 100% ഉറപ്പുള്ള കാര്യമാണ്. ആണുങ്ങളുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് ഒരാണ് ഒരിക്കലും നമ്മുടെ സൊസൈറ്റിയിൽ ആണുങ്ങൾ വളർത്തുന്നത് ഒന്ന് തുണി അലക്കാനോ ഒരു ചായ ഉണ്ടാക്കാനോ പോലും അറിയാതെ ഇവനൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവുക. ആ ഒരു കാര്യത്തിൽ 4 വയസ്സിൽ അമ്മമ്മയുടെ കൂടെ കുക്കിംഗ് പഠിച്ചു, തുണി അലക്കാനും എല്ലാം ചെയ്യാനൊക്കെ അറിയാം. പക്ഷെ ഒറ്റയ്ക്ക് എന്നുള്ളത് ഒരു ഇമോഷണൽ സപ്പോർട്ട്. പക്ഷെ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. പുരുഷന്മാരാണ് കുറച്ചുകൂടി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള. തീർച്ചയായിട്ടും അല്ലെ, കൂടുതലും പെണ്ണ് 2ാമതിലേക്ക് പോകുന്ന പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികം തന്നെയാണ് മെയിൻ. ഇപ്പം എന്നെ പറഞ്ഞ ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞ കാര്യമാണ്. എനിക്കൊന്നും ഇല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല, ഞാനിങ്ങനെ കടം വാങ്ങി തന്നവർ പോലും വേറെ രീതിയിലാണ് എൻ്റെ സംസാരിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കല്യാണം കഴിച്ചപ്പോൾ പറഞ്ഞു, കിളവൻ്റെ പണം കണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. ശരിയാണ്, ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്, ഇല്ല എന്ന് കരുതിയിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഏട്ടനോട് ചോദിച്ചാൽ അറിയാം ഇന്നതൊക്കെ വേണമെന്ന്, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ ഇപ്പം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല.
നമുക്ക് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നീ വന്നില്ലേ, എവിടെയും വീടാണല്ലേ, അപ്പൊ കോടീശ്വരന്മാരാണ് അല്ലേ, ശരി. ഒരാൾക്കൊരു വീടുണ്ടെങ്കിലോ ഇനി എത്ര വീടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ല. പണിയെടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അങ്ങനെ പണിയെടുത്തിട്ട് അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഏത് ബാങ്കിലെ ബാലൻസ് ഇല്ലെന്ന് നോക്കിയാൽ അറിയാം. പിന്നെ അപ്പം ഉണ്ടാക്കിയ വീടുണ്ട്, ഏട്ടൻ വാങ്ങിച്ച കണ്ണൂരിലെ സ്ഥലമുണ്ട്, 2-3 വണ്ടിയുണ്ട്. അതുണ്ടെങ്കിലും നമുക്ക് ജീവിക്കാനും പറ്റില്ല. ഇതെല്ലാം വിൽക്കണം. ഇതൊക്കെ വിറ്റിട്ട് വേണം ജീവിക്കാൻ. വിൽക്കാനല്ലല്ലോ ഒരു സംഭവം വാങ്ങുന്നത്. നമുക്കിപ്പം ജീവിക്കാൻ പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട്. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്നു, അന്തസ്സായിട്ട് അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അല്ലാണ്ട് ഇന്നാളെ സ്വത്ത് കണ്ടിട്ടോ ആയിട്ടോ ഒന്നുമല്ല. സ്വത്തുണ്ട് ഇല്ല എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, ഉണ്ട്. പക്ഷെ അത് ഉണ്ടായിട്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല. ഈ പറയുന്ന ആൾക്കാരുടെ ആരെങ്കിലും, അതായത് ഈ സ്വത്ത് കണ്ടിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഇവര് ആരെങ്കിലും സ്വന്തം പേരിലുള്ള ഒരു 10,000 രൂപ ആർക്കെങ്കിലും ഇന്നായിരിക്കട്ടെ കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് പറയാനുള്ള അധികാരമില്ല. നമുക്ക് ബൈബിളിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അപ്പൊ അങ്ങനെ ഈ ചൊറി പറയുന്നതും ഈ കമന്റ് അടിക്കുന്നതും സ്വത്ത് മോഹിച്ചിട്ടാണ് എന്ന് പറയുന്ന ആൾക്കാരും അവർക്ക് സ്വത്ത് വേണ്ട എന്ന് വളരെ ക്ലിയർ ആയിട്ട് കുടുംബത്തിലുള്ള എല്ലാ സ്വത്തും തിരിച്ച് അവരുടെ സഹോദരി സഹോദരന്മാർക്കും അച്ഛനമ്മമാർക്കെല്ലാം എഴുതി കൊടുക്കാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയട്ടെ. അല്ലാതെ പിന്നെ സ്വത്ത് മോഹിച്ചത് ഇത് അച്ഛന്റെയും അമ്മയുടെയും അവരുടെ ഇത്രയും കാല ജീവിതത്തിൽ ബാക്കിയുള്ളതാണ് ഇതൊക്കെ. അവര് ഞങ്ങളെ പെർമിറ്റ് ചെയ്യുന്നത് തന്നെ വലിയ കാര്യം. അതിനൊക്കെ ഞാൻ നന്ദി കൊണ്ട് ഞാൻ അവരെ പൂജിക്കുക വേണ്ടത്. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ വേർപ്പാത്, അതിൽ ഞാൻ സേഫ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് നന്ദി കാണിക്കാൻ വേണ്ടി. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ട്. എനിക്ക് ഓരോ കാര്യത്തിനും ആരെനിക്ക് എന്ത് ചെയ്തു തന്നോ അതിനോട് എനിക്ക് നന്ദിയുണ്ട്. നന്ദിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നന്ദിയില്ലാത്ത വർഗ്ഗങ്ങളാണ് ഈ കമന്റിൽ ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുന്നത്. കാരണം അവർക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം. പക്ഷെ നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ സാമ്പത്തികം മാത്രമല്ല, നമുക്ക് അയാളോട് ഒരു ഇമോഷണൽ ഇത് വരണം, അയാൾ നമ്മളെ നോക്കുന്നുള്ള ഒരു കെയർ വരണം. അതൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ ചേച്ചി ഇതാക്കിയത്? തീർച്ചയായും. അല്ല, ഈ സാമ്പത്തികം മാത്രം ഉണ്ടായതിനെ കൊണ്ട് സാമ്പത്തികം വേണ്ട. അതുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പേ ഉണ്ടായ ഒരു ദിവ്യ ഉണ്ടാവോ? ഇല്ലല്ലോ. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ആയത്, അല്ലേ? അന്ന് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും എന്നെ ചേർത്ത് പിടിക്കാനുണ്ടാവുമായിരുന്നു. അപ്പൊ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട്, ഇവരെന്ത് ചേർത്ത് പിടിക്കാത്തവര് ഇപ്പൊ ഈ ഒരു ദിവ്യാശ്രീധരനുള്ള നിലയിലെത്തിയപ്പോ ചേർത്ത് പിടിക്കുന്നുണ്ടോ? അപ്പൊ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ചേച്ചിക്ക് മനസ്സിൽ തന്നെ തോന്നുന്നില്ലേ? പിന്നെ തീർച്ചയായും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇപ്പൊ എല്ലാരും എന്റെ കൂടെ ഉണ്ട്. അന്ന് തള്ളിപ്പറഞ്ഞവരും ഇപ്പൊ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കില്ലേ കമന്റ് വരുന്നത് വെച്ചാല് ഈ അതിലൊരു കോമഡിയും കൂടെ ഉണ്ട്. അന്ന് ചേർത്ത് പിടിക്കാൻ ഒളിച്ചു വന്ന കുറെ ആൾക്കാർ അവരൊക്കെ ഇപ്പൊ ചേർത്ത് പിടിക്കാതെ മാറി നിൽപ്പുണ്ട് പേടിച്ചിട്ട്. അങ്ങനെയല്ല, അല്ല അതും പറയണത് അങ്ങനെ, അതായത് കിട്ടിയ ഒന്ന് ചേർത്ത് പിടിക്കാന്ന് ആഗ്രഹിച്ച കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ സൊസൈറ്റി അത്രയ്ക്ക് മോശം.